തക്കോവർ നിൽക്കാൻ പോകുന്നൂടെ ഹാമിദരും മിക്കോ സഹാബികളും ഒക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ പാർക്കിൽ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ പൂച്ചകളുണ്ട്. ആ പൂച്ചകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടാക്കി വെച്ചിട്ടുണ്ട്. വിശേഷം വരുത്തി പൊരുളായി ബക്കാതെ സാവർ ബൈ വൃക്കാകെ ഏറി. ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം പുറപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 12 ദിവസങ്ങൾ എന്തോ പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കെട്ടിറങ്ങിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലേക്കും തിരിച്ചു വരട്ടെ നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ പതിപോലെ തന്നെ ഞാൻ എൻ്റെ റമദാനുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ നമുക്ക് ഫിൽസാൻ്റെ വിശേഷങ്ങളിലും തുടങ്ങാം. ഫിൽസ കാര്യമായിട്ട് എന്തോ ഹാളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കാം. നമ്മുടെ ഫിൽസ മോളെ മറ്റൊരു വിനോദമാണ് ഡ്രോയിങ് അല്ലേ? നിനക്ക് ഡ്രോയിങ് ഇഷ്ടാ? ഓക്കെ. ഇപ്പൊ നീ എന്ത് ഡ്രോ ചെയ്യുന്നേ? ക്ലാസ്മേറ്റ്. ഇത് അത് ഹന്നയാണോ? ഇതെന്ത് മോളെ? ഇത് ഹൊററല്ലോ. ബിഫോർ ന്യൂ ഇയേഴ്സ്. ഓ മൈ ഗോഡ്. ഇതെന്താണ്? ഇതെല്ലാം ഗെയിമാ? ഗെയിം എനിക്ക് ഇഷ്ടം. ഇതെന്താണ്? സ്പൈഡർ പോലത്തെ ഡെമോഗോർഗൻ അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ ലുക്ക്? ആദം മോനെ, ആദം ഒന്ന് വന്നേ. ആരായത്? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. അപ്പൊ അമ്മ തന്നെ അതും പേടിച്ചുപോയി. അപ്പോൾ നോമ്പിന്റെ 23ാമത്തെ ദിവസം നമ്മളുള്ളത് ദുബായ് പോണ്ട് പാർക്കിലാണ്. എൻ്റെ ഫാമിലി കൂടാതെ അനി, ഹഫീസ് ഇവരുടെ ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലിയും പിന്നെ ഷാറൂഖും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു സമൂഹ നോമ്പ് തുറ. ഓരോ ഫാമിലിയും അവരുടെ വീടുകളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മലബാർ പത്തൽ, അതുപോലെ തന്നെ ബീഫ് കറി, പിന്നെ ചിക്കൻ മോമോസ്, ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ ഓരോ ഫാമിലിയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ എതിർവശത്തായിട്ട് തന്നെയാണ് നമ്മുടെ കിസൈസ് പോണ്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പോണ്ട് പാർക്ക് എന്ന പേരിട്ടിരിക്കുന്നത്. പാർക്കിൽ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുറേ പൂച്ചകളുണ്ട്. ആ പൂച്ചകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആരും ഐഡിയ എന്നറിയില്ല കേട്ടോ. ഈ പാർക്കിൽ ഭക്ഷണം കഴിക്കാൻ ഈ ഭക്ഷണവുമായിട്ട് വരുന്ന ആൾക്കാരുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങളുടെ ഈ ചെറിയ സമൂഹ നോമ്പ് തുറക്കെത്തിച്ചേർന്ന ഓരോ അംഗങ്ങളെയും പരിചയപ്പെടുത്താം. നമ്മുടെ ഹഫീസ് വൈ, ദിസ് ഈസ് മിസ്റ്റർ അനി, അനിന്റെ പൊന്താട്ടി ജിക്കുമോൾ. നല്ല പരിചയമുള്ള മുഖമാണല്ലോ. ഇത് ഹഫീസിന്റെ ഷായി. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ മക്കളുമുണ്ട്. ആദത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഷാറൂഖുമുണ്ട്. ബാങ്ക് വിളിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. കട്ട വെയിറ്റിംഗ്. ബാങ്ക് കൊടുത്തു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സർപ്രൈസും കൂടി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാനറിയാതെ. എനിക്ക് ഒത്തിരി ഞാൻ ട്രംപ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആരും പിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ദുബായിലെ പ്രശസ്ത ഗായക സംഘം അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ചെറുതായിട്ട് ഇത് വെക്കാം. ഓക്കെ,
ആമ്പോ സ്റ്റാർട്ട് ചെയ്തോ. തക്കോവർ ഹാമിതരും മിക്ക സ്വഹാബികളും ഒക്കെ ഇരിക്കും പൊളുതിൽ ജാസോസോരുത്തർ വരെ യാസീൻ നബിക്കൊരു വിശേഷം വരുത്തി പൊരുളായി ബക്കാതെ സാവർ ബൈ വൃക്കാകെ ഏറിയ ചരക്കോടെ പൊന്നും സുമയ്യ വാരുന്നു വാദി ബദർ ചേരുന്നു വർഗഹിതം മൂരുന്നോരുങ്ങി ഖറജായ് ഹക്കാനെ കോനമറാൽ മക്കാവു വിട്ടു നബി മക്ക മദീന തണവായ് ആരേതുമെത്തിടുക ഹീരാറുമൊത്ത ശരൽബാറാൽ പോരുത്തു പിറകെ മക്കത്ത് പൂത്തൊരു ഈന്തമരത്തിലെ പോരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കുളി പരത്തണ കാറ്റലയായെങ്കിൽ മുമ്പരാമമ്പിയ വന്നുള്ള നാട്ടിൽ നീ അങ്ങ് പിറന്നെങ്കിൽ നെറ്റിയിൽ ചാന്നല്ല ചെമ്പടിച്ചേലുള്ള തുമ്പിതം തമ്പുരമൂടാനായി കിന്നരിക്കാവിലെ കുന്നകൾ പോകും കുഞ്ഞിലം കാറ്റിന്റെ തേരോട്ടം ഇനിയൻ. അപ്പോൾ ഞങ്ങളുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയോടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. വെള്ളാരം കുഞ്ഞിലേടെ മുന്നാലി കോപത്തേടെ വെള്ളോളം കൈനീട്ടം നിന്നതാരേ